ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ദുബായ് മാളിലേക്കാണ്. ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഉച്ച സമയത്താണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഒരു 2:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു പൂച്ച കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം പൂച്ചേനൊക്കെ നോക്കി നിന്നിട്ട് നമ്മളൊക്കെ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഒരു 10 മിനിറ്റ്സിനടുത്ത് ഡ്രൈവേ വരുന്നുള്ളൂ ദുബായ് മാളിലേക്ക്. നമ്മൾ കുറേ നാളായിട്ട് പോയിട്ട്, എൻ്റെ ഫ്രണ്ട് വന്ന ടൈമിൽ ഏപ്രിലാണ് ലാസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം ഇപ്പോഴാണ് പോകുന്നത്. അന്ന് പോയപ്പോഴൊന്നും പോകട്ടെ അങ്ങനെ അവിടെ അക്വേറിയം കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ പോകുമ്പോൾ ആൾക്ക് അത് കണ്ടിട്ട് ഇഷ്ടപ്പെടുമോ ഇങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം. നമ്മളിത് അവിടെ എത്താറായിട്ടുണ്ട്. അപ്പോൾ ബുർജ് ഖലീഫൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കുറച്ചും കൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ മാളിലേക്കുള്ള എൻട്രിയിൽ കയറും. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പിന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ എന്തായാലും തിരക്കുണ്ടാവും. എപ്പോഴും തിരക്കുള്ള ഒരു സ്ഥലമാണല്ലോ ഇവിടെ എന്ന് പറയുമ്പോൾ. വീക്ക് ഡേയ്സും വീക്കെൻഡും എല്ലാം ഒരേപോലെ തന്നെയായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കാറ് പാർക്ക് ചെയ്തു. ഇനി ഇവിടെ നിന്ന് മാളിൻ്റെ ഉള്ളിലേക്ക് കയറാൻ എന്നുള്ളതാണ് ടാസ്ക്. അത്യാവശ്യം നടക്കാനുണ്ടാവും. പിന്നെ ഒരു പ്രാവശ്യം വന്ന സ്ഥലത്തായിരിക്കില്ല നമ്മൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ കാർ പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ പോകാനുള്ള വഴിയും നമുക്ക് കൺഫ്യൂസ് ആയിരിക്കും. ഇതിപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത് ആദ്യമായിട്ടാണ് ഈ വഴി കൂടെ വരുന്നത്. അപ്പോൾ സെഫോറയിലേക്കാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത്. ആ വഴിക്കുള്ള വഴി എവിടെയാണെന്ന് ഇനി കണ്ടുപിടിക്കണം. ഇതാണ് ദുബായ് മാളിലെ ചൈന ടൗൺ എന്ന് പറയുന്ന ഒരു ഏരിയ. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഏരിയ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ പുതിയതായിട്ട് ആർട്ട് മ്യൂസിയം ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് നേരെ കാണുന്നത്. അവിടേക്കെല്ലാം സ്പെഷ്യൽ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ ലൊക്കേഷനിൽ നോക്കുകയാണ് എവിടെയാണ് സെഫോറ എന്നുള്ളത്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഫ്ലോറിൻ്റെ തൊട്ട് താഴത്തെ ഫ്ലോറിലായിരുന്നു. നമുക്കപ്പോൾ ലൊക്കേഷൻ കിട്ടി. ഇനി അങ്ങോട്ട് നമുക്ക് പോവാം. അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇവിടെ താഴെ തന്നെ ഒരു ഡൈനോസറിൻ്റെ സ്കെലിറ്റം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കുട്ടികളപ്പോൾ ഇവിടെ ഐസ് സ്കേറ്റിങ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നോക്കിയിട്ട് അന്തം വിട്ടിരിക്കുന്ന ഒരാളെയും ഇവിടെ കാണാം. ഫൈനലി നമ്മൾ സെഫോറയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ട്. ഇവിടെ വരികയാണെങ്കിൽ എപ്പോഴും തിരക്കുള്ളൊരു ഷോപ്പായിരിക്കും സെഫോറ എന്ന് പറയുന്നത്. നമ്മൾ മേക്കപ്പ് ചെയ്യാതെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നല്ല അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്ത് പോകാൻ പറ്റും. ഇവർ നമുക്ക് ചെയ്തു തരും. ഓരോ പ്രോഡക്ട്സും എങ്ങനെയാണെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പോൾ ഞാൻ ലാസ്റ്റ് വാങ്ങിയത് D&Gയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു എഡിഷനിൽ വരുന്ന ലിപ്സ്റ്റിക് ഉണ്ട്. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അങ്ങനെ നമുക്ക് സാധനം എല്ലാം കിട്ടി. നെക്സ്റ്റ് ഇനി നമുക്ക് H&Mൽ പോകണം ഡ്രസ്സ് എടുക്കാനായിട്ട്. അപ്പോൾ അവിടെ H&Mൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഫിഷിനെ നേരിട്ട് അടുത്ത് കാണാനായിട്ട് പറ്റും. ഇതിപ്പോൾ നമുക്ക് അത്രയും അടുത്ത് കാണാൻ പറ്റില്ല. പക്ഷേ H&Mൻ്റെ അവിടെ നമുക്ക് കാണാൻ പറ്റും. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. പോക്കൂട്ടേന് ഫിഷിനെ കാണിച്ചു കൊടുത്ത് ആളിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഫസ്റ്റൊക്കെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ടു.
അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഫിഷിനൊക്കെ നോക്കി നിന്നു. അതിനുശേഷം H&Mൽ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ച പോലെ കളക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, വിചാരിച്ച സാധനം കിട്ടിയില്ല. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ഇവനാണെങ്കിൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതിൻ്റെ വാശിയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. മൂപ്പരാളാണെങ്കിൽ എല്ലാ ഷോപ്പിലേക്കും കയറി പോവുക, എടുക്കാൻ സമ്മതിക്കില്ല, തന്നെ നടന്നു പോകണം, അങ്ങനത്തെ ഒരു വാശിയിലായിരുന്നു. സ്ട്രോളറിലും ഇരിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വിധത്തിൽ മൂപ്പരെ എടുത്തിട്ട് നമ്മൾ വേഗം വീട്ടിൽ പോവാണ്. നമ്മളപ്പോൾ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇനി നേരെ വണ്ടി എടുക്കുക, വീട്ടിൽ പോവാം. അപ്പോൾ ഇന്നലത്തെ ഒരു വീഡിയോയിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്കപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.